ദേശീയപാതയ്ക്കായി മദ്രശ്ശേരി റെസ്ക്യൂ ഹോം റോഡ് മുറിച്ചെടുത്ത് മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മിനി പമ്പയിൽ ഏകദിന ഉപവാസം നടത്തി. തവനൂർ ഗ്രാമപഞ്ചായത്തിലെ കടകശ്ശേരി, വെള്ളാഞ്ചേരി, മദ്രശ്ശേരി പ്രദേശത്തുള്ളവർ രൂപീകരിച്ച റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് മിനി പമ്പിൽ ഏകദിന ഉപവാസം നടത്തിയത്. ദേശീയപാത 6 വരിയായി മാറുന്നതോടെ മദ്രശ്ശേരി, വെള്ളാഞ്ചേരി, കടകശ്ശേരി പ്രദേശങ്ങളിലുള്ളവർക്കുണ്ടാകുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി ദേശീയപാതയോരത്ത് മിനി പമ്പയിൽ ഏകദിന ഉപവാസം നടത്തിയത്. നിലവിൽ മിനി പമ്പയിൽ നിർമ്മിക്കുന്ന മേൽപ്പാലം വൺ വേ സംവിധാനത്തിലാണ് നിർമ്മിക്കുന്നത് എന്നാണ് ആരോപണം. 6 വരിപ്പാത പൂർത്തിയാകുന്നതോടെ എടപ്പാൾ ഭാഗങ്ങളിൽ നിന്നും മദ്രശ്ശേരി, വെള്ളാഞ്ചേരി, കടകശ്ശേരി പ്രദേശങ്ങളിലേക്ക് എത്താൻ ഐങ്കലം വഴി 4 കിലോമീറ്റർ അധികം കറങ്ങി സഞ്ചരിക്കേണ്ടി വരും. ഇതിന് പരിഹാരമായി ദേശീയപാതയ്ക്കായി കവർന്നെടുത്ത മദ്രശ്ശേരി റെസ്ക്യൂ ഹോം റോഡിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. സന്തോഷം, ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുക എന്നത് തന്നെയാണ് വലിയ കാര്യമായി ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ ഹൈവേ പിക്കറ്റിങ് വേണ്ടി ഒരു കാര്യം ഉറപ്പാണ്. ഞാൻ ഇവിടെ നിന്ന് ഇരുന്നപ്പോൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ വീര റെഡ്ഡിയുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങൾ ആ നടത്തുന്ന സമരത്തെക്കുറിച്ച് ഒരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ സമരം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോഴാണ് ഉച്ചഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നത്. അങ്ങനെ വന്നാൽ ആ സമരത്തിൻ്റെ നാളുകൾ അടക്കുമ്പോൾ വീരറെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തടയപ്പെട്ടേക്കും. അതിലേക്ക് അവരെ കൊണ്ടുപോകണ്ട, നിങ്ങൾക്ക് കഴിയാവുന്ന സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളീയരെ ഏറെ കൊതിക്കുന്ന ഒരു റോഡ് നിർമ്മാണം തന്നെയാണ് ദേശീയപാതയുടെ ഈ പുതിയ ദേശീയപാതയുടെ നിർമ്മിതി. എന്നൊരു കണക്കൂല. കാറിൽ കയറി അല്ലെങ്കിൽ നമ്മൾ കയറുന്ന വാഹനത്തിൽ ഇരുന്ന് ഒരു 120 കിലോമീറ്റർ വേഗതയിലൊക്കെ തുറന്ന് കിട്ടിയ റോഡിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങി. നമ്മൾ അറിയണേയില്ല, 80 കിലോമീറ്റർ കഴിഞ്ഞാലുള്ള ഒരു ഒച്ച ഉണ്ടാവുക ഈ കാറിലൊക്കെ. അത് കഴിഞ്ഞ് 100 കഴിഞ്ഞ് 110 കഴിഞ്ഞ് 120 കിലോമീറ്ററിലൊക്കെ ഈ പാത നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങി. നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ റൂട്ടിൽ കണ്ട് കയറുമ്പോഴാണ് നമ്മൾ ഇതുപോലെ വേഗതയിൽ പോയിരുന്നത്. ഇതാ നമ്മുടെ നാട്ടിലും 6 വരി പാത വന്നിരിക്കുന്നു. സന്തോഷകരം തന്നെ. പക്ഷേ ആ മധുരത്തിനിടയിലും ഇവിടെ കുറച്ച് വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുറച്ച് നാട്ടുകാർക്ക് 1, 2, 3 അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഗ്രാമങ്ങൾക്ക് ഒരുപാട് കയ്പുനീർ കുടിച്ചു പറ്റിക്കുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടാം. ആ ഒരു ആവശ്യമാണ് തീർച്ചയായിട്ടും ഈ ഡിമാൻഡിന്റെ പിന്നിൽ. ഉപവാസ സമരം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ ഇടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഖാദർ കൂനത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ്, കെ ടി ജലീൽ MLA, വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ്, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അക്ബർ കുഞ്ഞു, പഞ്ചായത്ത് അംഗം ധനലക്ഷ്മി, CPM ജില്ലാ കമ്മിറ്റി അംഗം A ശിവദാസൻ, KPCC മെമ്പർ AM രോഹിത്, BJP ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, സുരേഷ് പുൽപ്പാക്കര, ഇബ്രാഹിം മൂദൂർ, KP വേണു തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. M ജയരാജ് സ്വാഗതവും അബു സാലിഹ് നന്ദിയും പറഞ്ഞു. NCV ന്യൂസ്, തവനൂർ. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.